ഇപ്പം നമ്മൾ കാണുന്ന ഈ പൂരപ്പറമ്പുണ്ടല്ല, അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഇത്തിരി ഹൈടെക് ആയിട്ടുള്ള ഈ പൂരപ്പറമ്പിൻ്റെ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുമ്പോൾ ഏകദേശം 10-12 വർഷം മുന്നേ, അതായത് നമ്മൾ യുവരാജാവിൻ്റെ ഒക്കെ എൻട്രി എന്ന് പറയുന്നത് ആ കാലത്താണ്, 12 വർഷം മുന്നേ. അതായത് ഇന്ന് ഇപ്പം നമ്മൾ കാണുന്ന പൂരപ്പറമ്പിലേക്ക് ഒന്നാമത് എത്തിയതിൻ്റെ തന്നെ ഒരു ഭാഗത്തിലൊന്നാണ് ഫൈബറിൻ്റെതാണ്. അതായത് ഫൈബറിൻ്റെ തല. അതിപ്പോൾ ആരോട് ചോദിക്കാലും ഇപ്പോൾ അത്ര ഇവർ പറയുമ്പോഴും ഏറ്റവും വലിയ ഹൈടെക് യുഗങ്ങൾ തുടങ്ങിയതിൽ ഒരു ഭാഗമാണ് ഫൈബറിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അതായത് മരത്തിന് പകരം ഫൈബർ യൂസ് ചെയ്യണ ഭാഗങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് കാളുടെ ആഭരണങ്ങളിലെ പാർട്സിൽ, പണ്ടത്തിൻ്റെ ഒക്കെ പാർട്സിലുണ്ടാകും. അപ്പോൾ തേർമാലിലും പടിമാലിലും പടികളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പാർട്സുകളിലൊക്കെ ഫൈബർ കടന്നു കയറുന്നതും, അതേപോലെ അതായത് ഡിസൈനിൻ്റെ വർക്കുകൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പണ്ട് പറയുമ്പോൾ നമുക്കൊരു ഡിസൈൻ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് A to Z കുറേ ഒരുവിധം ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ അതെന്ന് ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മെനഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഡിസൈനിനെ തന്നെ A to Z വരെ അതിനെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ളവരാവും. അതേപോലെ അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മളിപ്പോൾ ഒരെണ്ണം വരച്ചുണ്ടാക്കി അതന്നെ കണ്ടിന്യൂ ചെയ്ത് വേണേൽ വരച്ചെടുക്കല്ലേ. അതുപോലെ ഡിസൈൻ വരച്ചുണ്ടാക്കണമെന്ന് ഒരു എളുപ്പം മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഫൈബറിലേക്ക് എല്ലാവരും കടന്നു വന്നത്. അങ്ങനെയാണ് ഫൈബറിൻ്റെ കടന്നു വരല്. പിന്നെ ഇപ്പം മരത്തിൻ്റെ കിട്ടുന്നതിൻ്റെ കുറവ്, അതേപോലെ തന്നെ പണിയിൽ കുറച്ച് എളുപ്പമാക്കുക എന്ന് മാത്രം. സാധാരണ നമ്മൾ മരങ്ങൾക്ക് ഉപയോഗിക്കുന്നവരും ഒരു മോൾഡ് ഉണ്ടാക്കുക, ഒരു ഡമ്മി മോൾഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി അതിൽ ഫൈബറിൽ അടിക്കുക, ഫൈബറിൽ മോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇത് തുടങ്ങിയത്. അല്ല, അപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ യുവരാജാവിന്റെ അതുപോലെ ഇളമറത്തമ്പുരാന്റെ ഒരേ കാലത്തുള്ള ഒരേ മോൾഡാണ് തലകള്. നമുക്ക് ഒരു മോൾഡാണ്, അതായത് അതുമുന്ന് തന്നെ മോൾഡ് ചെയ്തെടുത്ത ഒരു ഇതെന്ന് തന്നെ നമ്മളിങ്ങനെ കോപ്പി ചെയ്തെടുത്തതാണ് ഇതിന്റെ തലകൾ വരുന്നത്. അതിലിപ്പോ ഇതേ കോപ്പി ചെയ്ത് വന്നതിൽ ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് യുവരാജാവിൻ്റെ തലയാണ്. അത് നമ്മൾ 2012 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നമ്മളത് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് 2012 നമ്മളിത് ഉണ്ടാക്കി. അതും 10-12 അടിയുടെ 10-12 അടി വലുപ്പമുള്ള ഒരു തല തന്നെയായിരുന്നു അന്ന്. അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തലകള് അതിന് മുന്നേ എന്നൊക്കെ പറയുമ്പോൾ ഒരു 7 അടിയൊക്കെ തന്നെ ആയിരിക്കും. അത്ര വലിയ വലുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഇറങ്ങിയ സമയത്തും അതിന്റെ ആ സമയത്ത് നമ്മളെ പൂരപ്പറമ്പോളേക്ക് കയറി വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുന്ന് പുത്തനാലിക്കലിന്ന്, അതേപോലെ ചെർപ്പളശ്ശേരി പുത്തനാലിക്കന്ന്, അതുപോലെ കൈലിയാട് കാളവേലയ്ക്ക്, അതേപോലെ ചെറുമുളയങ്കാവ് അടുത്തുള്ള തന്നെയാണ് ചെറുമുളയങ്കാവ്, അതുപോലെ നമ്മുടെ മുളയങ്കാവിലേക്ക് ഒക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കാളൊക്കെ വരുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്ന് കാണുന്ന രീതിയിൽ ഏറ്റവും വലിയ കാളത്തലകളൊക്കെ എൻട്രി വന്ന ടൈം അതാണ്. അന്ന് യുവരാജാവ് ആദ്യം ഇറക്കിയ ടൈമില് കാളത്തലയും അതേ കാളത്തലയാണ് ഇപ്പോൾ ഉപയോഗിക്കണത് അല്ലേ? ഹൈറ്റില് കുറച്ച് വലിപ്പം കുറച്ചു അല്ലേ? അത് കൊണ്ടു നടക്കാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം. കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പം ആളുകളുടെ മനസ്സിലെന്ന് വെച്ചാൽ ഓരോ പൂരപ്പറമ്പിലൊരു കാളയുടെ തല വലിപ്പമാണ് അവരെല്ലാവരും നോക്കണത്. ഇപ്പം എല്ലാവരും മാനദണ്ഡം നോക്കുന്നത് വലിയ തല മാത്രമാണ്. കാളയുടെ വലിപ്പം ആരും ശ്രദ്ധിക്കണില്ല, തലയുടെ വലിപ്പമാണ്. അപ്പോൾ പിന്നെ ഇപ്പം വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മൾ ഒരു മൊബൈൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ പറയും പണ്ടൊരു സാധാ മൊബൈലാണ്, നമുക്ക് വെച്ചാൽ എല്ലാ ഹൈടെക് ആയിട്ടുള്ള മൊബൈൽ എത്രയും ചെറിയ വലുപ്പത്തിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഒരു മൊബൈൽ യൂസിന് വേണ്ടി, ഒരു മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് അതിനെ മറ്റു കാളകൾ കൊണ്ടു നടക്കുന്ന ഒരു ലെവലിലേക്ക് എളുപ്പം കൊണ്ടു നടക്കാവുന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അതായത് വള്ളുവനാട്ടിലെ ഇണക്കാളകളിൽ ഏറ്റവും വലിയ കാളത്തല വരുന്നത് ബാബുവേട്ടന്റെ ഫസ്റ്റ് വന്നപ്പോൾ അതായിരുന്നു, യുവരാജാവിലാണ്. ഈ യുവരാജാവ് വന്നിട്ട് ഏകദേശം എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 12 വർഷമാണ്. അതല്ല, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അതേ സൈസുള്ള തല അതേ മോൾഡിലാണ് എത്ര വർഷം കഴിഞ്ഞിട്ട്? ഇത് കുറെയൊക്കെ എന്താ വെച്ചാൽ സൗഹൃദപരമാണെങ്കിലും ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വർഷം ഒരാളെ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം അതിൽ വലുത് അതൊരാളിറക്കും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതല്ല പറയുന്നത്, നമ്മുടെ ഇപ്പോ യുവരാജാവ് കാള ഇറങ്ങിയതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഇളമറത്തമ്പുരാൻ കാള ഇറങ്ങുന്നത്, അങ്ങനെയല്ലേ? അത് ഏകദേശം എത്ര വർഷത്തെ ഗ്യാപ്പ്? ഇളമറത്തമ്പുരാൻ ഇറങ്ങിയിട്ട് അധികമായിട്ടില്ല. ഇളമറത്തമ്പുരാൻ ഇറങ്ങിയിട്ട് നമുക്കൊരു 4 വർഷം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കാരണം അതിന്റെ അതായത് അങ്ങനെ ഒരു ഇത് തുടങ്ങി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇതിനും അത്യാവശ്യം ആളുണ്ട്, കൊണ്ടുപോകാൻ ആളുണ്ട്. ഇത് നമുക്ക് 1-1 ജോഡിയാണ് സമയത്തും ഇതിനാളുണ്ട്. ഇത് അതായത് നമ്മളിപ്പോൾ അത് പറയാൻ എളുപ്പം, ഇത് ഏറ്റവും വലിയൊരു കാള നമുക്ക് ഇതിനെ എടുത്ത് പറയേണ്ട കാരണം വെച്ചാൽ ഇത്രയും വലിയ തലവലിപ്പത്തിലുള്ളൊരു കാള പിന്നീട് ഇറക്കി തൊഴിക്കുക. അതായത് നമുക്കിപ്പോൾ മുളയങ്കാവിലായാലും ഇപ്പോൾ പരിയാനപ്പറ്റക്കാവ് കണ്ടിട്ടില്ലേ, കാള ഇറക്കി തൊഴിക്കുകയാണ്, തിരുമുറ്റത്തേക്ക് കാള ഇറക്കി തൊഴിക്കുകയാണ്. അതേപോലെ ഇതിന് ഒരു വലിയ തലയുള്ള ഒരു കാള, ഇത്ര വലിപ്പമുള്ളൊരു വലിപ്പമുള്ള ഒരു കാളയൊന്നും വേറെ ഇറക്കി തൊഴിക്കുന്ന കാളകൾ അങ്ങനെ വളരെ കുറവാണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ മോളൂര് ബാലേട്ടൻ്റെ കാളുടെ തലയുണ്ട്, അതും ഇതും ഏകദേശം ഒരേ വലിപ്പമാണ്.
ഇതുണ്ടാക്കിയ ശേഷമാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും അങ്ങനെ ഒരു കാള ഇറക്കി വന്നിട്ടുള്ള ഒരു സംവിധാനം വന്നിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇന്നും ഇറക്കി ചോദിക്കണം. പിന്നീട് പല വലുപ്പത്തിൽ പല കാളുകൾ വന്നു വെച്ചാലും വാഗുണ്ണനെ ഉണ്ടാക്കിയെങ്കിലും ഇതിന് ആരാധകരുണ്ട്. ഈ വലുപ്പത്തിലുള്ളതിന് അങ്ങനെ ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നുകൂടി ഒരു പരീക്ഷണം കൂടി നടത്തിയത്. എങ്ങനെയാണ് ഇളമുറ തമ്പുരാനിലേക്ക് വരുന്നത്? ഇളമുറ തമ്പുരാനും അത്യാവശ്യം ആരാധകരുണ്ട്. ഇളമുറ തമ്പുരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാളകളിൽ ഒന്നാണ്. അത് ആരാധകർ ഒരുപാടുള്ള കാളയാണ് മൊത്തത്തില്. അപ്പോ ഏകഛത്രാധിപതി കാളയിലേക്ക് വരുമ്പോ അത് എങ്ങനെയായിരുന്നു ആ ഒരു? അതായത് നമ്മള് ഇതിപ്പോ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന വർഷങ്ങൾ ഇപ്പൊ നമ്മൾക്ക് എന്താ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ നമ്മള് അന്നത്തെ ആ കാള ഇറങ്ങും ആ ഒരു കാളത്തലയായിട്ട് അന്ന് ആ കാള ഇറങ്ങുന്ന സമയത്തുള്ള അന്ന് ആ ഇറങ്ങിയ വർഷത്തില് ഏകദേശം എൻ്റെ ഓർമ്മ 2012 ആ വർഷത്തില് അന്ന് ഒരു കാളയമ്പിൽ ഉണ്ടാവാം എന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്വാൻസ് ടെക്നോളജി എല്ലാം അതിൽ ഉപയോഗിച്ചിട്ടാണ് അന്ന് ഇറക്കിയിട്ടുള്ളത്. അതേസമയം ആ കാള കണ്ണടയ്ക്കുമായിരുന്നു, ചെവി ആട്ടും, അതേപോലെ തല ആട്ടും. അതുവരെയൊക്കെ കാളുടെ തല എല്ലാം ഒരു സൈഡിലേക്ക് ഒന്നെങ്കിൽ 2 സൈഡിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് മാത്രം അങ്ങനെ ആട്ടുന്ന ഒരു സംവിധാനമാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊക്കെ ബാബുവിന്റെ കാളുടെ തലകളൊക്കെ 2 സൈഡിലേക്കാണ് ആട്ടിയിരുന്നത്. ഇവിടെ അപൂർവം ചില കാളുടെ തല താഴത്തേക്ക് മേലേക്ക് അങ്ങനെ ആട്ടിയത്. ഈ ഒരു കാളയമ്പിൽ വന്ന സമയത്താണ് 2 സൈഡിലേക്ക് ഇപ്പൊ കാണുന്ന വലിയ കുലുക്കിയായിട്ടുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ തുടങ്ങിയ സമയം. അതാകുമ്പോ അങ്ങനെ വന്നപ്പോ തന്നെ നമ്മുടെ ആ സമയത്ത് അതിനെ കാണുമ്പോ തന്നെ തല ഇങ്ങനെ കുലുക്കിയാട്ടിക്കൊണ്ട് കാള വരുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയിൽ. അപ്പോ ശ്രദ്ധിച്ചു നോക്കി തന്നെ ബാബുവിന്റെ കാളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം തല ഇങ്ങനെ കുലുക്കിയായിട്ട് വരുന്ന കാണാൻ അതൊരു പ്രത്യേക ഭംഗിയാണ്. അതും വളരെ ഒതുക്കത്തോടു കൂടിയിട്ട്, അതായത് 2 തലയും ടൈമിംഗ് അടക്കം വളരെ കറക്റ്റ് ആണ്. പിന്നെ വളരെ സ്മൂത്ത് ആണ്. അങ്ങനെയുള്ള ജെർക്കൊന്നും ഇല്ലാണ്ട് ഒന്നും ഇല്ലാതെ. അതുപോലെ തന്നെ കൃഷ്ണമണി ഉരുട്ടുന്ന സംവിധാനം. അതേപോലെ തന്നെ നാവ് നീട്ടുമ്പോൾ 2 മൂക്കിലേക്ക് നാവ് നീട്ടും. അതായത് നോർമലി ഇവരുടെ 2 മൂക്കിലേക്കും 2 സൈഡിലും നാവ് നീട്ടും. അങ്ങനെ സിസ്റ്റം അത്രയും അന്ന് അതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് അതിന്റെ അപ്പുറം പരമാവധി ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അയവറക്കണ ഒരു കാര്യം പറഞ്ഞില്ല, അത് കാളത്തല ആദ്യം ഉണ്ടാക്കിയ ടൈമില് അയവറക്കണത് ഈ കാളത്തലയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നും തുടങ്ങിയിരുന്നില്ല. അല്ല, ഏകഛത്രാധിപതിയുടെ തല ആദ്യം ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഒന്നും കൂടി മാറ്റം അപ്ഡേഷൻ വരുത്തിയായിരുന്നു നമ്മൾ. എന്നിട്ട് വേറൊരു തല ഇറങ്ങി അതിൽ തൊട്ടാണ് നമ്മൾ അയവെട്ടണ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു 2-3 വർഷത്തിന് ശേഷം. ഇവിടെ വേറൊരു കാളയിലും അയവെട്ടണ ഒരു പരിപാടി ഇല്ല. അയവെട്ടണതിന്റെ ഒരു യുണീക്കാണത്. അത് ഒരു ആ സൗണ്ടും ഉണ്ട് അല്ലേ, ഒരു സൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ചെറിയ സൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാലേ അറിയില്ല. ഉണ്ട്, ഞാൻ അടുത്ത് വന്നിട്ട് മറ്റേ വരോടൊക്കെ വന്ന സമയത്ത് ഒരു മോണോപ്പൊളിയാണത്. ബാബുവേട്ടന്റെ കാളകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കണ, അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാളയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സീസണിൽ തന്നെ ഇപ്പോൾ 2024 ഒരു കാവില് കാണുന്ന ആ ടൈപ്പ് ഒരു സാധനമല്ല, അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ മാലയുടെയൊക്കെ കാര്യം പറയുന്ന സമയത്ത് പുത്തനായിക്കലില് കാളേനെ കാണുന്ന സമയത്ത് ഒന്നായി കാളേനെ കാണുമ്പോൾ ആ റൗണ്ടിലുള്ള സാധനമല്ലേ പണ്ടത്തിലുള്ളത്. പക്ഷേ പുന്നമ്പറമ്പിൽ കാണുന്ന സമയത്ത് അത് ഇല്ലായിരുന്നില്ല. അപ്പൊ ഈ പഴയ മാല എന്താ ചെയ്യുക? അതോ ഈ പഴയ മാലയിൽ തന്നെയാണ് റൗണ്ട് ആഡ് ചെയ്തിട്ട്? അല്ല, അത് വേറെ ഉണ്ടാക്കിയതാണ്. അതിനനുസരിച്ച് നമ്മളങ്ങനെ ഓരോ ടെക്നിക്കുകൾ നമ്മളിങ്ങനെ പരീക്ഷണങ്ങൾ എല്ലാ അപ്ഡേഷനെയും മാത്രമാണ് എല്ലാ കാലത്തും എല്ലാം നിലനിൽക്കുള്ളൂ. അപ്പോൾ ഓരോ വർഷവും ഓരോ അപ്ഡേഷൻ വേണം. ശരിക്കും നമ്മളിവിടുത്തെ സീസണിന്റെ ആരംഭം, നമ്മളിവിടെ ഉത്സവങ്ങളുടെ ആരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാളവേല ആദ്യം ആരംഭിക്കുന്നത് പുത്തനൽക്കലാണ്. അതിനു മുന്നേ ഇപ്പൊ നമ്മളിവിടെ കൈപ്പുറത്ത് വളാഞ്ചി റോഡിന് കൈപ്പുറത്ത് ചെനവതിക്കാവ് പറഞ്ഞ ക്ഷേത്രത്തിൽ ആദ്യം ഉണ്ട്. അത് നമ്മൾ ഒരു ദിവസത്തെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പോ ഒരു എൻട്രി എന്ന് പറയുന്നത് അവിടെയാണ്. ഇപ്പൊ കുറച്ചായിട്ട് എൻട്രി എന്ന് പറയുന്നത് അവിടെയാണ്. ഒരുവിധം എല്ലാ വലിയ കാളകളുടെ എൻട്രി അവിടെയാണ്. അപ്പൊ നമ്മൾ ആ എൻട്രിയിൽ ഒരു സർപ്രൈസ് ആണ് മാത്രം. ബാബുവേട്ടന്റെ കാളകളെ കുറിച്ച് പറയുമ്പോൾ ഒരു സംബന്ധം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു 2-3 കൊല്ലത്തെ ഒരു ട്രെൻഡിന്റെ ഒരു കാര്യം പറയുന്നത്, അതായത് ഇപ്പോൾ ഏറ്റവും തലവലിപ്പുള്ള കാള ബാബുവേട്ടന്റെ കാളയല്ല, പക്ഷെ എന്നാലും ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ഈ ആരാധകരെ അട്രാക്ട് ചെയ്യുന്നതിൽ ഉള്ള കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ബാബുവേട്ടന്റെ കാളയ്ക്ക് മാത്രമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തലയാട്ടുമ്പോൾ തന്നെ തലയാട്ടുക എന്ന് മാത്രമല്ല, അത് വളരെ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ രസമുള്ള രീതിയിലുള്ള തലയാട്ടലാണ്. വളരെ സ്മൂത്തായി ചേർക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അയവറക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
അതുപോലെ ആ പണ്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആ മൊത്തം സ്ട്രക്ചർ ഇങ്ങനെയുള്ളൊക്കെ സാധനങ്ങൾ. അതുപോലെ ആർച്ചിനെ കുറിച്ച് ഇപ്പോൾ ആർച്ചിലൊക്കെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയില്ലേ? നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉള്ള ഒരു ആർച്ചാണ്. അപ്പോൾ ഇത് മുമ്പത്തെ ആർച്ചിൽ അപ്പോൾ എക്സ്ട്രാ ഓരോ ലെയറായിട്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം പുതിയത് ഉണ്ടാക്കുന്നതാണ്, പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതിലിപ്പോൾ വളരെ, അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എത്ര കണ്ട് പെർഫെക്ഷൻ ചെയ്യാൻ പറ്റും, അതിൽ 100%, 100-100-100-ലധികം ശതമാനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെർഫെക്ഷനോടെ ചെയ്യുക. ബാബുട്ടിനെ പറഞ്ഞാൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കണ്ട വെച്ചിട്ട് ഇന്ന് കണ്ടൊരു ലെവലിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് പിന്നിക്ക് തിരിഞ്ഞു നോക്കണം. യുവരാജാവിൻ്റെ ഒരു എൻട്രിക്ക് ശേഷം ബാബുട്ടിന് പിന്നിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു കമ്മിറ്റി ഉണ്ട്, വേട്ടേക്കര യുവനന്ദന കമ്മിറ്റി. യുവനന്ദനല്ലേ? യുവനന്ദന കമ്മിറ്റി. അപ്പോൾ അവര് ബാബുവേട്ടൻ്റെ കാളകളെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ബാബുവേട്ടന് നല്ല, അതായത് ബാബുവേട്ടൻ്റെ ലക്ക് തുറുപ്പുകുലാൻ ഒരു തുറുപ്പുചീട്ടൊരു യുവരാജാവിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ശരി, അല്ല അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള പെർഫോമൻസ് എല്ലാം കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 2012 നമ്മൾ ഫസ്റ്റ് കാള ഇറങ്ങി. ആ കാള ഇറങ്ങി 2013 അടുത്ത പൂരപ്പറമ്പിലേക്ക് എത്തുമ്പോഴേക്കും അത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് അപ്ഡേഷൻ വന്നു. അതായത് അതിന്റെ ആ സമയത്ത് അവർ വന്നത് ആർച്ചിന്റെ ഭാഗത്ത് അവിടെ എല്ലാ അപ്ഡേഷൻ വന്നു. അതിനുശേഷം വീണ്ടും അതിന്റെ അടുത്ത വർഷം വരുമ്പോഴേക്കും ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ വേറെ 3 വർഷം ശേഷം ആകുമ്പോഴേക്കും പുതിയൊരു കാളയെ കൂടി ഉണ്ടാക്കി. അതായത് ഇത് വലിയ കാളയല്ല, ബാബുവിന്റെ വലിയ കാള ഇതല്ല, ഇതിനും വലിയൊരു കാളത്തല ഉണ്ടാക്കി അതിനെ വേറൊരു ഭാഗമായിട്ട് ബാബുട്ട് മാറ്റി വെച്ച് 1-ാം ജോഡി എന്നുള്ള ഇതിലേക്ക് അതിനെ കൊടുന്നു വെച്ചാലും ഇതിനെ വേഗം 2-ാം ജോഡിയിലേക്ക് കൊടുന്നു. അതായത് ഇതിനെ നമ്മളെല്ലാരും ചെയ്യണതല്ലേ, പുതിയതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ പഴയതിനെ മാറ്റി വെക്കുക എന്നുള്ള ഇതിലും ഒരുപാട് ഇതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി. ആ നേരത്തെ പറഞ്ഞ ആയവട്ടം സിസ്റ്റം ഒക്കെ കൊടുക്കുന്ന അതിലാണ്. പക്ഷെ അങ്ങനത്തെ സിസ്റ്റങ്ങളെല്ലാം ഇല്ലെങ്കിൽ പോലും എന്നിട്ട് ഇതിനെ മാറ്റി വെക്കല്ലേ ചെയ്തത്. അത് സാധാരണ ചിലരെല്ലാം ചെയ്യാറുള്ള വെച്ചാൽ ഇതിനെ ആവശ്യക്കാരുണ്ടാവുമ്പോൾ നമ്മൾ പുറമെ മാർക്കറ്റിലേക്ക് ഇതിനെ ആവശ്യക്കാർക്ക് കൊടുക്കാൻ അങ്ങനെ കൂടി ചെയ്യുമ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇതിൽ എന്തെങ്കിലും മെച്ചമുണ്ടാവും. പക്ഷെ ഒരിക്കലും ഇതിനെ അങ്ങനെ മാറ്റി വെക്കാതെ ഇതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് നേരെ 2-ാം ജോഡിയാക്കി മാറ്റി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏറ്റവും വലിയൊരു കാളത്തിൽ ഉപയോഗിച്ചിരുന്ന ആ സാധനത്തെ 2-ാം ജോഡിയിലേക്ക് മാറ്റുമ്പോൾ അതിന് ഒരുപാട് അപാകതകൾ ഉണ്ടാവും. പക്ഷെ ഒരേ സമയം ഒരു കാള ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെ 2-ാം ജോഡിയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കുമ്പോൾ 2 കാളയും ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നതാണ്. അതുമല്ല നമ്മൾ പറഞ്ഞ ഏകയാത്രാധിപതി അവിടെ ഉണ്ട്, അതേപോലെ യുവരാജാവുണ്ട്, ഇളമറ തമ്പുരാനെ അവിടെ ഉണ്ട്. ഇതൊക്കെ വലിയ കാളകൾ തന്നെയാണ്. ഇതിനെ അപ്പോഴും 2-ാം ജോഡി ആണെങ്കിൽ പോലും അതിനെ 1-ാം ജോഡിയുടെ അതേ പവറിൽ കൊണ്ടു നടക്കുകയാണ്. അതായത് 2-ാം ജോഡി ആണെന്ന് വെച്ചിട്ട് അതിനൊരു കുറവുകളൊന്നും വരുത്തണ്ട. കാരണം ഏറ്റവും കൂടുതൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക പേരും പവറും നമ്മൾ പറയുന്നത് 1-ാം ജോഡിക്കാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മാത്രമല്ല ഇതിനെയും അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം അതേ തട്ട് തന്നെ നിർത്തിയിട്ട് കൊണ്ടു നടക്കുകയാണ്. അതുപോലെ യുവരാജാവ് ഞാൻ പുത്തനാക്കിലേക്കാണ് അല്ലേ, പുത്തനാക്കിലാണ് ഞാൻ കണ്ടിരുന്നത് ആദ്യമായിട്ട് യുവരാജാവിന് ആ ഷേപ്പില് ഒരു ഫുൾ റൗണ്ട് തെടമ്പിന്റെ ഷേപ്പില് യുവരാജാവില്. അത് കഴിഞ്ഞ വർഷം, ഈ ഇതിനല്ല, ഈ വർഷം കഴിഞ്ഞ വർഷം ആ സംഗതികളൊക്കെ ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ കയ്യിലുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ എത്തിയപ്പോൾ ഉള്ള അവസ്ഥ എന്താ? അതായത് എല്ലാവരും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാളയാണ് യുവരാജാവ്. യുവരാജാവിന്റെ ഒരു ചരിത്രം തന്നെ നമ്മളെ കാര്യമായി ആവേശം കൊള്ളിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് വന്നിട്ടുള്ള ഒരു കാളയാണ് അത് യുവരാജാവ്. അത് ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു 4-ലധികം അപ്ഡേഷൻ, 4 പ്രാവശ്യത്തിലധികം ആ കാളെ ഫുൾ സെറ്റ് മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫുൾ റൗണ്ട് ഷേപ്പിലായിരുന്നു, അല്ല ആ തെടമ്പിന്റെ ഷേപ്പിലായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോഴേക്കും അതിന്റെ ഷേപ്പ് മാറി. നമ്മുടെ ഫ്രെയിമിന്റെ അവിടെയൊക്കെ അതെ ഫ്രെയിമിന്റെ അതിന് മുന്നത്തെ അതിൽ ഫ്രെയിമിന്റെ ഒന്ന് ചുരുങ്ങിയ ഫ്രെയിം ആയിരുന്നു. ആർച്ച് വരുന്നത് പുറമെ ഔട്ടറിൽ നിന്ന് തന്നെയാണ് ആർച്ച് വന്നിരുന്നത്. ഇപ്പൊ അതിനെന്താ വെച്ചാൽ സാധാരണ കാളയുള്ള പോലെ അതിനെ ഒതുക്കി നിർത്തി സാധാരണ നമ്മളിപ്പോ ഇളമറ തമ്പുരാനിലൊക്കെ ഉള്ള പോലത്തെ ആ ആർച്ച് കൊടുന്ന് അതിനങ്ങനെ നിർത്തി. ആ ഒരു ഷേപ്പും അതേപോലെ ഇളമറ തമ്പുരാന്റെ ആ ഷേപ്പ് അതും ഒരു ന്യൂ ഇന്നോവേഷനാണ്. കാരണം ഒരു പുതിയൊരു മോഡലാണ് അതും ഒരു പരീക്ഷണം പോലെ തന്നെയാണ് തുടങ്ങിയത്. ആദ്യം ഈ ആർച്ച് കൊണ്ടുവന്നത് ഏകദേശം നമ്മൾ 1-ാം ജോഡി കാളയമ്പിൽ തന്നെയാണ് ആ വലിയ ആർച്ച് കൊടുന്നുള്ളത്. പാറ്റേണിൽ തന്നെ മേലേക്ക് പോകുന്ന ഒരു ആർച്ച് കൊടുന്നുള്ളത്. പിന്നീട് നമ്മൾ ഇളമറ തമ്പുരാനിൽ കൊടുന്നു. ഈ ഇളമറ തമ്പുരാനെ വീണ്ടുണ്ടാക്കി. അതേപോലെ ഈ ഇളമറ തമ്പുരാന്റെ അതേ ഷേപ്പിലുള്ള ഒരു കാള കഴിഞ്ഞ വർഷം കൊല്ലം ഭാഗത്തേക്ക്
ഒരു ടീം വന്ന് ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇളമുറത്തമ്പുരാന്റെ അതേ പാറ്റേൺ, ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേ പാറ്റേൺ ഇതേ തല വെച്ചിട്ട് ഒരു കള കൊല്ലത്തിലേക്ക് പോയിട്ടുണ്ട്, കൊല്ലം ഭാഗത്ത് പോയിട്ടുണ്ട്. ഏകഛത്രാധിപതിയുടെ ഏകദേശം ആ ഒരു ലെവലിലുള്ള ഒരു കാള കൊല്ലത്തുണ്ട്. അതായത് ഈ നമ്മൾ ഈ കാള ഉണ്ടാക്കിയതിന് ശേഷം ഏകഛത്രാധിപതിയില് ഇപ്പത്തെ യുവരാജാവിന്റെ ഇതിന് രണ്ടിന്റെ ഇടയിൽ നമുക്കൊരു കാള ഉണ്ടായിരുന്നു. അന്ന് നമ്മളതിനെ വള്ളവനാടിന്റെ താരരാജാവ് അങ്ങനെ പേര് കൊടുത്തിരുന്നത്. ആ സാധനം ഇപ്പൊ കൊല്ലത്ത് അമ്മാട്സ് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുണ്ട്. അവരതിലത്യാവശ്യം ഇതൊക്കെ ചെയ്ത് ആ ഭാഗത്തുള്ള വള്ളവനാടൻ കാളകൾക്ക് ആ ഭാഗത്ത് കുറച്ച് മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. അപ്പോ അവിടെ ഉള്ളതിൽ വെച്ചിട്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും വലിയ കാളപ്പതാണ്. അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അവരും ഏകദേശം ഇതേപോലത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഈ ഒരു പാറ്റേൺ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയമാണ്. പുതിയൊരു ഐഡിയ കൊണ്ടുവരാനും കാരണം അതുവരെ എല്ലാവരും ട്രഡീഷണൽ ആയിട്ട് ഒരു ഫ്രെയിം അതിൽ ചേർത്ത് തേർമാല, പടിമാല, അങ്ങനെ ആർച്ച് അങ്ങനെ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരെ ഒറ്റയടിക്ക് അതിന്ന് ഷേപ്പ് വ്യത്യാസം വരുത്തി രൂപമാറ്റം തന്നെ വരുത്തി എന്ന് പറയുമ്പോൾ വലിയ മാറ്റമാണ്. അതാണ് ചെറിയ മാറ്റങ്ങൾ കാണുന്ന രൂപമാറ്റങ്ങൾ വന്ന് ഈ കാളകളിൽ, അതായത് ആ പഴയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാലത്തെ ഒരുപാട് ആളുകളുടെ പരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ആ കാണുന്ന രീതിക്ക് വരുന്നത്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് തന്നെ ചെറിയ പരീക്ഷണങ്ങളിൽ തന്നെ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് ബാബുവിനെ എന്തായാലും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാബുവേട്ടൻ്റെ കാളകളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ദൂരം ആ കാളയെ നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിൽ നമുക്ക് മനസ്സിലാവും ബാബുവേട്ടൻ്റെ കാള. അങ്ങനെ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് തല, ബാബുവേട്ടൻ്റെ കാളകളുടെ തലകളൊക്കെ നമ്മൾ സിഗ്നേച്ചർ ഇട്ട പോലെയുള്ള കാളത്തലകളാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഏകഛത്രാധിപതിയുടെ ആയിക്കോട്ടെ, ഇപ്പൊ പ്രത്യേകിച്ച് ഏകഛത്രാധിപതിയുടെ തലയുടെ പറയുമ്പോൾ അത് അതിന്റെ പെയിന്റിങ്ങിന്റെ പവറിലാണ് ഒന്നാമത്. ദൂരം നോക്കുമ്പോൾ അതിൽ നമുക്ക് ഒട്ടും പിന്നിൽ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഉണ്ണിയേട്ടൻ. അതായത് പെയിന്റിങ് ആദ്യമായിട്ട് അതായത് കളർ തലയിൽ, അതായത് പല രീതിയിലുള്ള കളറുകൾ നിറങ്ങൾ ചേർത്തിട്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് വെള്ളത്തലയും ചുവപ്പ് തലകളുള്ളത്. അതിൽ മറുകുകളൊക്കെ പെയിന്റ് ചെയ്തിട്ട് പ്ലെയിൻ വൈറ്റിലിന്റെ മറുകുകൾ പെയിന്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു തലകളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റം വന്നിട്ട് ഫുള്ളായിട്ട് കളറുകൾ തന്നെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യത്തില് അത് ഉണ്ണിയേട്ടന്റെ ഒരു, അതായത് അങ്ങനെ കളറുകൾ ചേർത്തുള്ള ആദ്യത്തെ കാലത്തിലെ യുവരാജാവിലായിരുന്നു. എല്ലാവരും ഒരു വെള്ളത്തലയിലും മറുകുകൾ മാത്രം വേണ്ടി ഒരുപാട് കാളുകൾ ഒരേ പാറ്റേണിൽ തന്നെ ഒരുപാട് കാളകൾ വരുമ്പോൾ അതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു കളർഫുൾ തലയായിട്ടൊരു കാള വരുമ്പോൾ അതിന് വിജയിപ്പിച്ചെടുക്കുക. അതുപോലെ അത് ആളുകൾക്കും ഇഷ്ടപ്പെടണല്ലോ. ഏറ്റവും വലുത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ അതല്ല നമ്മളാ വലിപ്പം കൂടി നോക്കണം. ചെറിയൊരു കാളയിലല്ല പരീക്ഷണത്തിലാണ് നടത്തുന്നത്. അപ്പൊ അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നോക്കുമ്പോ തന്നെ നെറ്റിയിലൊരു ഡയമണ്ട് ഷേപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒറ്റയടിക്ക് പറയുമ്പോട്ടോ പണ്ടൊക്കെ പഴയ എനിക്ക് ഓർമ്മ വെച്ച കാലത്തൊക്കെ നെറ്റിയിലൊരു ഡയമണ്ട് ഷേപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ കവിൾത്തടങ്ങളിൽ ഒരു എസ് മാർക്ക് ഉണ്ടാവും. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു മറുകളൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒരു രസം കാണാൻ.